നിങ്ങൾക്കറിയോ 2025 ഹാർട്ടിന്റെ ഹെൽത്ത് ചെക്കപ്പ് ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാവരും ഒരേ രീതിയിലുള്ള ഹാർട്ട് ചെക്കപ്പ് അല്ല ഇനി മുതൽ ചെയ്യേണ്ടത്. ഇത്രയും കാലം നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്തിരുന്ന പല ടെസ്റ്റുകളും നമുക്ക് ഒഴിവാക്കാം. മാത്രമല്ല ചില പുതിയ ടെസ്റ്റുകൾ ഹൃദ്രോഗം ഒരുപാട് കാലം മുമ്പേ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും രോഗികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരേ രീതിയിലുള്ള രണ്ട് വ്യക്തികൾ, അവരുടെ കൊളസ്ട്രോൾ സെയിം ആയിരിക്കും, ഷുഗർ സെയിം ആയിരിക്കും, BP സെയിം ആയിരിക്കും, പക്ഷെ ഈ രണ്ടാളുകൾക്കും രണ്ട് രീതിയിലുള്ള ഹാർട്ട് ചെക്കപ്പുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഹെൽത്ത് ചെക്കപ്പ് ഞാൻ പറയുന്നത്? ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയുടെയും ഹൃദ്രോഗം ഭാവിയിൽ വരാനുള്ള റിസ്ക് പലതായിരിക്കും. ചിലരെ എനിക്ക് കാണുമ്പോൾ തന്നെ പ്രവചിക്കാൻ പറ്റും, ഈ ഒരു വ്യക്തിക്ക് ഹാർട്ടിന്റെ അസുഖം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മറ്റു ചിലർക്കാവട്ടെ ഹാർട്ടിന് യാതൊരു റിസ്ക്കും ഇല്ല എന്നുള്ളതും മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു പുതിയ പേഴ്സണലൈസ്ഡ് സ്മാർട്ട് കാർഡിയാക് ചെക്കപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുപോലെ റിസ്ക് ആദ്യമേ മനസ്സിലാക്കി റിസ്ക് കൂടുതലുള്ളവർക്ക് വേണ്ട ടെസ്റ്റുകളും റിസ്ക് കുറഞ്ഞ വ്യക്തികൾക്ക് ഉള്ള ടെസ്റ്റുകളും വേർതിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതുവഴി ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, പണം ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ അറ്റാക്ക് വരാതിരിക്കാനുള്ള ഒരു കൃത്യമായ പ്ലാൻ നമുക്ക് തയ്യാറാക്കാനും സാധിക്കും. ഇനി ഈ ഒരു സ്മാർട്ട് ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ആളുകളെ നമ്മൾ മൂന്നായി തരംതിരിക്കും. ഒന്നാമത്തെ കാറ്റഗറി ലോ റിസ്ക് ആളുകളാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കുറവായിരിക്കും. അതാരൊക്കെയാണ്? ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഹൃദ്രോഗത്തിന്റെ പാരമ്പര്യമില്ല, പുകവലിയില്ല. ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ചെക്കപ്പ് 4-5 വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അതിൽ തന്നെ വളരെ സാധാരണയായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ നോക്കേണ്ട ആവശ്യം. ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണ്. എക്സർസൈസ് ചെയ്യാൻ പറയും, ഭക്ഷണത്തിലെ ചിട്ടകൾ പാലിക്കാൻ പറയും. ഇത്രേ ആവശ്യമുള്ളൂ. രണ്ടാമത്തത് മീഡിയം റിസ്ക് ഉള്ള ആളുകളാണ്. ചെറുതായിട്ട് ചിലപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പാരമ്പര്യം ഉണ്ടാവും, ടെസ്റ്റിലൊക്കെ ചെറുതായിട്ട് ഓരോ ഇഷ്യൂസ്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ASCVD എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്യും. ഇതെന്താണ്? 10 വർഷത്തേക്കുള്ള ഹൃദ്രോഗ സാധ്യത മുൻകൂട്ടി പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇവർക്ക് ചിലപ്പോൾ കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് ആവശ്യമായി വന്നേക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ 1-2 വർഷത്തിലൊരിക്കൽ ഹാർട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി ഹൈ റിസ്ക് ഉള്ളവരാണ്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ കുറെ വർഷങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്കൊരു പാരമ്പര്യം ഉണ്ടായിരിക്കും, ചിലർ പുകവലിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മുമ്പേ ഹാർട്ടിന്റെ അസുഖങ്ങൾ വന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവർ 6 മാസത്തിലൊരിക്കൽ ഡോക്ടറെ നിർബന്ധമായിട്ട് കാണിക്കുക. ടെസ്റ്റുകൾ 6 മാസത്തിലോ വർഷത്തിലൊരിക്കലോ നിർബന്ധമായിട്ട് ചെയ്യുക. ഇവർക്ക് കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ CT ആൻജിയോഗ്രാം ടെസ്റ്റ് തന്നെ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൃദ്രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ തുടങ്ങേണ്ടതായിട്ട് വരും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചും എക്സർസൈസും നിർബന്ധമാണ്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു അറ്റാക്ക് ഭാവിയിൽ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ്.